എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലീറ്റഡ് ഷോർട്സ് ആണ് കേട്ടോ. ഞൊറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷോർട്സ് ആണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല കംഫർട്ടബിൾ ആണ് അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 മീറ്റർ വേണം കേട്ടോ. വളരെ കുറച്ച് തുണി മതി. അത് 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യണത്. പിന്നെ എന്താണ്, ഇലാസ്റ്റിക് വേണം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 16 ഇഞ്ചാണ് എടുത്തുള്ളത്. വേസ്റ്റിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഇത് 2 ആയിട്ട് മടക്കിയിടാണ് കേട്ടോ. തുണി 2 ആയിട്ട് മടക്കിയിടാം. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ വിട്ട് മുഴുവനായിട്ട് എടുക്കേണ്ടത്. നമുക്ക് എന്താ പറയുക, ഞൊറിയിട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീതി കാണുന്ന മുഴുവൻ നമ്മൾ എടുക്കുക. പിന്നെ എന്താണ്, ഇറക്കം, ഐ മീൻ ഷോർട്സിന് എത്ര ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. വീതി എത്രയാണോ അത് മുഴുവനായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇറക്കത്തിൽ ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. മനസ്സിലായല്ലോ? അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതുപോലെ ഒരു അളവെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. നമ്മൾ അളവെടുത്തിട്ട് 2 ആയിട്ട് മടക്കിയിട്ട് വെക്കുക. പിന്നെ ഇതിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ബാൻഡ് വെക്കുന്നുണ്ട്. നമ്മൾ പാൻറ്റിനൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അതുപോലെ നമ്മൾ ചെയ്യാം. അപ്പം നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഭാഗം നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അവിടെ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ആദ്യം തന്നെ 4 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഷേപ്പ് വരുന്ന ഭാഗമല്ലേ, നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് അവിടെയും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം മുഴുവനായിട്ട് 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ? പിന്നെ ഇതുപോലെ അവിടെ തന്നെ വെക്കുക കേട്ടോ. ഒട്ടും 4 ഇഞ്ച് ഇറക്കി വെക്കേണ്ട. അവിടെ തന്നെ വെച്ചിട്ട് അവിടുത്തെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1 ഇഞ്ച് ഇറക്കം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ വിട്ട് മുഴുവനായിട്ട് എടുക്കുക. പിന്നെ 4 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ ആ ഷേപ്പ് വരുന്ന ഭാഗം 2 സൈഡിലും ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഷോർട്സ് മടക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് വേണം, അത് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇറക്കത്തിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് വേസ്റ്റ് ബാൻഡ് ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൽ നിന്ന് ഒരു 6 ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ്. കാരണം നമുക്കൊരു ഈസിന് വേണ്ടിയിട്ട്, എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് കറക്റ്റ് അത്ര തന്നെ എടുക്കാണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 18 ആണ്. അപ്പം അതിൽ നിന്ന് 6 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ 4 ഇഞ്ചാണല്ലോ വേസ്റ്റ് ബാൻഡ് വയ്ക്കുന്നത്. അപ്പം അതിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ ഇടാം. അങ്ങനെ 6 ഇഞ്ച് കേട്ടോ. അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ആ ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഉണ്ട്, ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2ൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഷേപ്പ് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഇടാം. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഞൊറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 പ്ലീറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. 3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞൊറി എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ സൈഡിൽ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്
അവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്, 2 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട്. നിങ്ങൾക്ക് സെൻറ്ററിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുക കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ 2 സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് നോക്കുക, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് ഒപ്പമായിട്ടില്ലേന്ന്. നമ്മൾ അടുത്ത സ്ട്രിപ്പ്, അതായത് വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് നോക്കുക. ഇനി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി ഞൊറി ഇട്ട് കൊടുക്കുക, കുറവാണെങ്കിൽ ഞൊറി അഴിച്ചു കൊടുക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. വേസ്റ്റ് ബാൻഡ് ഇതുപോലെ വെച്ച് നോക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്, 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നിവർത്തുമ്പോൾ കിട്ടും. 2ൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2ഉം കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒരു സൈഡല്ലേ സ്റ്റിച്ച് ചെയ്തത്, ഇനി നമ്മൾ മറ്റേ 6 സൈഡും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ആ ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഷേപ്പ് വരുന്ന ഭാഗം, അവിടെ ആ ഷേപ്പ് വരുന്ന ഭാഗം തൊട്ട് മാത്രം കേട്ടോ, അവിടെ തൊട്ട് മാത്രം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. ഇതൊക്കെ ഞാൻ ഒരു ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാട്ടെ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇതൊക്കെ സെയിം ആണ് അതുപോലെ, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായി പോയാൽ തോന്നുന്നത്. പിന്നെ അടിഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ക്കുക. 2ൻ്റെയും അതുപോലെ തന്നെ ചെയ്യാട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇതൊക്കെ സെയിം ആണ്, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ 1/4 ഇഞ്ചിലൊന്ന് മടക്കുക, പിന്നെ നമുക്ക് 1/2 ഇഞ്ചിലൊന്ന് മടക്കാം കേട്ടോ. 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിൽ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് എടുത്ത് ഒരു പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ എന്തായാലും അത് അതിന് റിപ്ലൈ തരും കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇതിൽ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. ഇപ്പോൾ ചിലപ്പോൾ ഇത് ആദ്യം കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് ഫാസ്റ്റ് ആയ പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇനി ഇതാ നമ്മൾ 2ഉം ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഗ്യാപ്പ് ഇട്ടില്ലേ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് മടങ്ങി പോവും. ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പ്ലീറ്റഡ് ഷോർട്സ് റെഡി ആയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ, കുട്ടികൾക്ക് നല്ല സുഖമാണ് ഇടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ മാത്രം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്.